ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ജിമിലിക്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പ്ലാന്റ്സിനെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ പോലെ വീട്ടിലല്ല ഉള്ളത്, നമ്മൾ ചോപ്പങ്കാവിലാണുള്ളത്. ഇവിടെ നമ്മളെ വീട്ടിലില്ലാത്ത കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തുന്നുള്ളൂ. നമുക്ക് പ്ലാന്റ്സിനൊക്കെ പരിചയമാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ പ്ലാന്റ്. ഇതിൻ്റെ ലീവ്സൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഗുവാവയുടെ പ്ലാന്റാണ്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഗുവാവ, പക്ഷേ അത് നാടനാണ്. ഈ ഗുവാവയുടെ പേര് എന്താണെന്ന് വെച്ചാൽ ജാർവി റെഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് സീഡ്ലെസ് ആണ്. പിന്നെ ഇത് വളരെ ക്രിസ്പിയാണ്. പിന്നെ ഇത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ബെൽറ്റിലാണ് വളർന്നു വരുന്നത്. നമ്മുടെ കേരളത്തിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്ര സൈസുള്ളൂ. ഇത് വലുതായി കഴിഞ്ഞാൽ ഇത് ഒരു വട്ടം ഫ്രൂട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ ജാർവി റെഡിനെ പരിചയപ്പെടുത്തി സ്ഥിതിക്ക് നമുക്കൊരു വേറൊരു പ്ലാന്റിനെ വേണ്ടി പരിചയപ്പെടാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു പ്ലാന്റ്. ഇത് നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായെന്ന് വരുന്നില്ല. ഇത് ഒരു മൾബറിയുടെ പ്ലാന്റാണ്. ഇത് പഴുത്തുള്ള കളർ വരുന്നത് ഒരു ബ്ലാക്ക് പർപ്പിൾ കളറിലാണ് വരുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടാങ്കി ടേസ്റ്റാണ് ഇതിനുള്ളത്. പിന്നെ ഇത് ചെറിയ ചെറിയ ഫ്രൂട്ട്സൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. നമ്മൾ നോക്കിയാൽ കാണാം, ഇവിടെയൊക്കെ ഉണ്ട്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ പർപ്പിൾ ബ്ലാക്ക് കളറായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇത് തിന്നുമ്പോൾ നമ്മളെ നാവിൽ അതിൻ്റെ കളർ പറ്റി പിടിക്കും എന്ന് കരുതി നിങ്ങൾ തിന്നാൻ നിൽക്കരുത്. ഇത് വളരെ ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.